മേക്ക് ടൈം ടു സീ ദ വേൾഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പ്രാവശ്യം എപ്പിസോഡ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ അതായത് തായ്ലൻഡിലെ ഏറ്റവും വലിയ ഐഫോൺ അതായത് ആപ്പിൾ സ്റ്റോറാണ് നിങ്ങൾ ബാക്ക് കാണുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ആദ്യമായിട്ട് എന്താ പറയുക ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു ഷോറൂമിൽ വിസിറ്റ് ചെയ്യുന്നത്, ഈ ഒരു സ്റ്റോറിൽ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഐഫോൺ 14 Pro മാക്സ് എടുക്കേണ്ട പരിപാടിയാണ്. നമുക്ക് നോക്കാം ഐഫോൺ 14 Pro അവിടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. സെൻട്രൽ വേൾഡിലാണ്. സെൻട്രൽ വേൾഡിലെ തായ്ലൻഡിലെ ഏറ്റവും വലിയ ആപ്പിൾ സ്റ്റോർ ഉണ്ട്. ഇത് വൈറ്റാണ്, വൈറ്റ് 14 Pro മാക്സിൽ വൈറ്റ് ബ്ലാക്ക് ഉണ്ടോ, ഇത് ബ്ലാക്ക് വൈറ്റ് പിന്നെ ഒരു പിങ്ക് ഈ ഒരു കളറിലാണ് അത് വരുന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞത് ഐഫോൺ പ്രോ മാക്സിൻ്റെ ഫോൺ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാം, ജസ്റ്റ് ഒന്ന് ഈ ഒരു ഷോപ്പിൻ്റെ വ്യൂ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നല്ല വലിയൊരു ഐഫോൺ എന്താ പറയുക ഐഫോണിൻ്റെ ഒരു വലിയൊരു ഷോപ്പാണിത്. തായ്ലൻഡിലെ ഏറ്റവും വലിയ ഷോപ്പ് എന്നാണ് പറയുന്നത്. ഐഫോണിൻ്റെ ഒരുപാട് ഐഫോണിൻ്റെ കേസുകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടോ. ഈ സൈഡ് ഫുൾ ഐഫോണിൻ്റെ ഇഷ്ടംമാതിരി കേസുകളുണ്ട് കേട്ടോ. ഇതെല്ലാം നമുക്ക് ഐഫോണിൻ്റെ ഒറിജിനൽ കേസുകൾ നമുക്കിവിടെ ഐഫോണിൻ്റെ ഒരു കേസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ സൈഡിൽ അതേപോലെ തന്നെ ഒരുപാട് ഐഫോണിൻ്റെ കേസുകളുണ്ട് കേട്ടോ. ഗംഭീരമായ ഒരു എന്താ പറയുക ഷോപ്പാണ് ഐഫോണിൻ്റെ. ഇത് ഇവിടെയുണ്ട് ഐഫോൺ എയർ ടാഗിൻ്റെ സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. എയർ ടാഗ് ഇതിൻ്റെ മേലെ ഒരു ഫ്ലോർ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ മേലെ ഫ്ലോർ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് വെച്ചാൽ ഐഫോൺ 14 Pro മാക്സ് മേടിക്കാനാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം, ഇവിടുത്തെ ആൾക്കാരോട് സംസാരിക്കാം, എത്രയാണ് ഇവിടുത്തെ പ്രൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാം. എടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ വീഡിയോ കാണിക്കാം. ഓക്കെ, കുറേ കാലം നമ്മൾ ഫോൺ മാറ്റിയിട്ട് 8+ ആണ് എന്താ പറയുക നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് 5 വർഷത്തിന് ശേഷമാണ് പുതിയൊരു ഫോൺ മേടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഐഫോൺ 14 Pro മാക്സ് ഇപ്പോൾ അവിടെ അവൈലബിൾ ആണ്. ബ്ലാക്കാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു കസ്റ്റമറിവിടെ സാധനം മേടിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മളിത് നോക്കുന്നതായിരിക്കും. അതായത് 48,900 ആണ് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 48 എന്ന് പറയുമ്പോൾ ഏകദേശം ഇന്ത്യൻ മണി ഒരു 1 lakhിൻ്റെ എബോവ് പ്രൈസ് വരും. നമുക്ക് നോക്കാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. 256 GB ആണ് നമ്മൾ എടുക്കുന്നത്. Pro Max 256 GB ബ്ലാക്ക്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പഴയ 8+ൻ്റെ ഫോൺ നമ്മൾ കൊടുക്കുന്നതാണ്. ഇത് 5 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഫോണാണ്. അപ്പോൾ ഇത് ഞാൻ കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ പൈസ 2,400 ബാത്താണ് കൊടുക്കുക. അതായത് 2,400 ബാത്ത് കഴിഞ്ഞാൽ 5,600 രൂപ നമുക്ക് ഇന്ത്യൻ മണി ഇത് കിട്ടും. ഇത് മാറ്റിയിട്ട് നമ്മൾ എടുക്കാൻ പോകുന്ന ഐഫോൺ പ്രോ മാക്സിൻ്റെ ഐഫോൺ 14 Pro മാക്സ് സ്പേസ് ബ്ലാക്ക് 256 GB ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മളെ പഴയ ഫോൺ നമ്മൾ ഓൾറെഡി അത് ട്രേഡ് ചെയ്ത് കഴിഞ്ഞ് 2,400 ബാത്താണ് അതിൻ്റെ പൈസ. നമ്മളിപ്പോൾ ഉള്ളത് ആപ്പിൾ സ്റ്റോറിൻ്റെ തായ്ലൻഡിലെ ഷോപ്പിലാണുള്ളത്. ഇതാണ് സ്ഥലം, ബാങ്കോക്ക് പ്രജനം സെൻട്രൽ വേൾഡിലെ ആപ്പിൾ സ്റ്റോറിലാണുള്ളത്. നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് നമുക്കിത് എഴുതണം. നമ്മൾ മേടിച്ച ഫോൺ ഇവിടെയുണ്ട്. ഓക്കെ, എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് നമ്മളെ 8+ നമ്മൾ അത് ഓൾറെഡി ട്രേഡ് ചെയ്ത് കഴിഞ്ഞ് 2,400 ബാത്താണ് അതിന് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയ ഐഫോൺ ഓൾറെഡി എടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ പേ ചെയ്തു 48,900 ബാത്ത്, അതായത് 48,900 ബാത്താണ് പൈസ. ഏകദേശം 1,20,000 ഇന്ത്യൻ മണിയാണ് അതിൻ്റെ ഇത് വരുന്നത്, പൈസ വരുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ ഫോണാണ്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ ഏകദേശം ഒരു മണിക്കൂർ എടുക്കും പഴയ 8+ൻ്റെ എല്ലാ ഡാറ്റാസും പുതിയ ഫോണിലേക്ക് മാറ്റാൻ. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. അതൊക്കെ നമ്മളെ ഫോൺ ഓൾറെഡി നമ്മൾ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് സാധനം, ഐഫോൺ 14 Pro മാക്സ്. നമ്മളെ പഴയ 8+ ആണിത്. അപ്പോൾ ഇതിൻ്റെ പഴയ ഡാറ്റാസ് എല്ലാം ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ്. ബാക്കി പൈസയും കൂടി സെറ്റായി. ഇതാണ് അതിൻ്റെ പാക്കറ്റ്. നമ്മുടെ ഓൾറെഡി സംഭവമാണ്. ഇതാണ് നമ്മുടെ ഏജൻറ്റ്. വാട്ട്സ് യുവർ നെയിം? പുള്ളിയാണ് നമ്മളെ ഫോൺ എടുക്കാൻ സഹായിച്ചത്. അപ്പോൾ നമുക്കതിൻ്റെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഡാറ്റ ബാക്കപ്പ് ചെയ്യുന്നത്. Now data is transferring, right? No, it's on the process. Oh. Right. ഇപ്പോൾ നമ്മളെ പഴയ ഐഫോൺ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനോ അത് സെയിൽ ചെയ്യാനെല്ലാം വളരെ നല്ല അടിപൊളിയായിട്ടൊരു സ്ഥലമാണ് ഈ ഒരു സെൻട്രൽ വേൾഡിലെ ഈ ഒരു തായ്ലൻഡിലെ ഏറ്റവും വലിയ ഐഫോൺ ഷോറൂമാണിത്. ഇവിടെ എന്തെങ്കിലും ചെറിയ ചെറിയ കളികൾ നടക്കുന്നുണ്ടോ, ചെറിയ പിള്ളേരെ കൊണ്ട് കോഡിംഗ് എല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ടോ, പ്രോഗ്രാമിങ് കോഡിംഗ് എല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ടോ. നല്ല രസമാണ്.
ഇതിൻ്റെ ഒരു സെക്കൻഡ് ഫ്ലോറിൽ ചൈനീസ് ന്യൂ ഇയർ ആയിട്ട് നല്ല പരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ ഫോൺ മേടിച്ച് ഐഫോൺ 14 Pro Max 48,900 ഭാഗത്താണ് പൈസ എന്ന് പറയുന്നത്. അഡാപ്റ്റർ അതിൻ്റെ കൂടെ ഇല്ല. അഡാപ്റ്ററിൻ്റെ പൈസ 700 രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വാറ്റ് റീഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലേക്ക് മാർച്ചിൽ പോകുമ്പോൾ വാറ്റ് റീഫണ്ട് 2,600 രൂപ ഞാൻ എഴുതി മേടിച്ചിട്ടുണ്ട്. വാറ്റ് റീഫണ്ട് 2,600 കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ നമ്മുടെ പഴയ 8+ൻ്റെ നമ്മൾ ഐഫോൺ പുതിയ ഫോണിൻ്റെ പൈസ 48,900, പിന്നെ 790 തായ് ഭാഗത്ത് അതിൻ്റെ അഡാപ്റ്ററിൻ്റെ പൈസ എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇത് എമൗണ്ട് അതായത് 2,400 ഭാഗത്താണ് നമ്മൾ 8+ൻ്റെ ഇപ്പോഴത്തെ റേറ്റ്. അത് -8 45,290 ഭാഗത്താണ് നമ്മൾ ഐഫോൺ 14 Pro Max കൊടുത്തത്. ഇതാണ് അതിൻ്റെ കറക്റ്റ് റേറ്റ്. നമ്മൾ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ബിഫോർ യു ട്രേഡ് ഇൻ ഗിവ് അവേ ഓർ സെൽ ദിസ് ഐഫോൺ യു ഷുഡ് കംപ്ലീറ്റ്ലി ഇറേസ് ഇറ്റ് ബൈ ഗോയിങ് ടു സെറ്റിംഗ് ആൻഡ് ചൂസിങ് ഇറേസ് ഓൾ കണ്ടന്റ് ആൻഡ് സെറ്റിംഗ്. അതായത് ഇത് ട്രേഡ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതിന് മുന്നേ ഇതെല്ലാം ഇറേസ് ആണെന്ന് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ പുതിയ ഫോൺ ഓണായിട്ടുണ്ട്. നമുക്ക് നോക്കാം. പുതിയ എല്ലാ ഡാറ്റയും ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് നോക്കാം. എല്ലാം അപ്പോൾ പഴയ ഫോണിലെ എല്ലാ സാധനങ്ങളും ഇതിലേക്ക് ഇപ്പോൾ ഓൾറെഡി മാറിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. എല്ലാ ആപ്ലിക്കേഷനിലും വരുന്നുണ്ട്. നമുക്ക് നോക്കാമല്ലോ. പിന്നെ സിമ്മ് മാറ്റിയിടണം. ബാക്കിയെല്ലാം പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്.